നമസ്കാരം. 1987 മാർച്ച് 19 മുംബൈയിലെ തിരക്കേറിയ ഒപ്പേറ ഹൗസ് പരിസരം. അവിടെ അരങ്ങേറിയ ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ച ഒരു സിനിമാറ്റിക് കവർച്ചയുടെ കഥയാണിത്. കേവലം ബുദ്ധിശക്തിയും അമിതമായ ആത്മവിശ്വാസവും മാത്രം മുൻനിർത്തി ഒരാൾ നടത്തിയ മാസ്റ്റർ പ്ലാൻ. കഥ തുടങ്ങുന്നത് മുംബൈയിലെ പ്രമുഖ പത്രമായ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു ക്ലാസിഫൈഡ് പരസ്യത്തിലൂടെയാണ്. CBIയിലേക്ക് ഇന്റലിജൻസ് ഓഫീസർമാരെ ആവശ്യമുണ്ട്. സർക്കാർ ജോലി സ്വപ്നം കണ്ട് നടന്ന നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ ഇതിനായി അപേക്ഷിച്ചു. ഇവരിൽ നിന്ന് തെരഞ്ഞെടുത്ത യുവാക്കളെ ഇന്റർവ്യൂവിനായി വിളിച്ചത് മുംബൈയിലെ അതിപ്രശസ്തമായ താജ്മഹൽ ഹോട്ടലിലെ ആഡംബര മുറിയിലേക്കാണ്. അവിടെ അവരെ കാത്തിരുന്നത് CBIയിലെ ഉന്നത ഉദ്യോഗസ്ഥനെന്ന് സ്വയം പരിചയപ്പെടുത്തിയ സുമുഖനായ മോഹൻ സിംഗ് ആയിരുന്നു. വ്യാജ CBI രേഖകളും ID കാർഡുകളും കാണിച്ച് അയാൾ അവരെ വിശ്വസിപ്പിച്ചു. ഒടുവിൽ ഏറ്റവും മിടുക്കരായ 28 യുവാക്കളെ തൻ്റെ പ്രത്യേക സ്ക്വാഡിലേക്ക് അയാൾ തിരഞ്ഞെടുത്തു. തങ്ങൾ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയുടെ ഭാഗമായെന്ന അഭിമാനത്തിലായിരുന്നു ആ യുവാക്കൾ. മുംബൈയിലെ പ്രമുഖ ജ്വല്ലറിയായ ത്രിഭുവൻ ദാസ് ഭീംജി സവേരി ആയിരുന്നു മോഹൻ സിംഗിന്റെ ലക്ഷ്യം. മാർച്ച് 19 ഉച്ചയ്ക്ക് ഒത്തുകൂടിയ തന്റെ 28 ഉദ്യോഗസ്ഥരോടും അതീവ രഹസ്യമായ ഒരു ട്രയൽ റെയ്ഡിനെ കുറിച്ച് അയാൾ സംസാരിച്ചു. തുടർന്നൊരു ആഡംബര ബസ്സിൽ അവർ ജ്വല്ലറിയിലേക്ക് തിരിച്ചു. ഉച്ചയ്ക്ക് 2:15 ജ്വല്ലറിയിലെത്തിയ സംഘം നേരെ അകത്തേക്ക് കയറി. ഉടമ പ്രതാപ് സവേരിക്ക് മുന്നിൽ വ്യാജ ID കാർഡ് കാണിച്ച മോഹൻ സിംഗ് റെയ്ഡ് പ്രഖ്യാപിച്ചു. അത്ഭുതപ്പെടുത്തുന്ന കാര്യം, പുറത്തുണ്ടായിരുന്ന ലോക്കൽ പോലീസ് പോലും ഇത് യഥാർത്ഥ റെയ്ഡാണെന്ന് കരുതി പുറത്ത് കാവൽ നിന്നു എന്നതാണ്. അകത്ത് സിംഗിന്റെ നിർദ്ദേശപ്രകാരം CCTV ക്യാമറകൾ ഓഫ് ചെയ്തു, ഫോണുകൾ പിടിച്ചെടുത്തു. തുടർന്ന് കോടികൾ വിലമതിക്കുന്ന വജ്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും പരിശോധനയ്ക്കായി വലിയ പ്ലാസ്റ്റിക് ബാഗുകളിൽ പാക്ക് ചെയ്ത് CBI ലോഗോയുള്ള സീലും പതിപ്പിച്ചു. ഏകദേശം 45 മിനിറ്റിലെ റെയ്ഡിന് ശേഷം ഈ ബാഗുകൾ മാറ്റാൻ ഞാൻ മറ്റൊരു വാൻ കൊണ്ടുവരാം, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞ് ബാഗുകളുമായി പുറത്തിറങ്ങിയ സിംഗ് ഒരു ടാക്സി വിളിച്ച് അപ്രത്യക്ഷനായി. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സിംഗ് വരാതായതോടെ ജ്വല്ലറി ഉടമ പോലീസിൽ വിവരമറിയിച്ചു. അപ്പോഴാണ് തങ്ങളൊരു വമ്പൻ കവർച്ചയുടെ കരുക്കളായിരുന്നു എന്ന് 28 യുവാക്കളും നടുക്കത്തോടെ തിരിച്ചറിഞ്ഞത്. കോടികൾ മൂല്യമുള്ള സ്വർണവും വജ്രവുമാണ് അയാൾ കൊണ്ടുപോയത്. മുംബൈ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയെങ്കിലും താജ് ഹോട്ടലിൽ അയാൾ നൽകിയ പേരും വിലാസവും ഫോൺ നമ്പറും പൂർണ്ണമായും വ്യാജമായിരുന്നു. പിടിയിലായ യുവാക്കൾക്കും അയാളെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. മനുഷ്യ മനഃശാസ്ത്രത്തെയും യൂണിഫോം കണ്ടാൽ സാധാരണക്കാർക്കുണ്ടായിരുന്ന ഭയത്തെയും കൃത്യമായി മുതലെടുത്ത് ചെയ്ത കൃത്യമായ മോഷണം. ഒരു രാജ്യം മുഴുവൻ തിരഞ്ഞിട്ടും മോഹൻ സിംഗ് പിന്നീട് ഒരിക്കലും പോലീസിന്റെ പിടിയിലായിട്ടുമില്ല. വെബ് ഡെസ്ക് തത്തുമൈ TV.